ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സർക്കിൾസ് ആണ്. നാളത്തെ എക്സാമിന് എന്താണ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവിടെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ദി ഫിഗർ സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക് ഈസ് 210 ഡിഗ്രി. അതായത് നമ്മുടെ എന്താണ് ഇവിടെ ADC എന്ന് പറയുന്ന ഒരു ആർക്ക് ഉണ്ട്. ADC എന്ന് പറയുന്ന ഈ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് എത്ര? 210. എത്രയാണ് മക്കളെ? 210 ഡിഗ്രി. ആംഗിൾ ബി ആൻഡ് ആംഗിൾ ഡി ആർ ദി ആംഗിൾസ് ഓൺ ദി ആൾട്ടർനേറ്റ് ആർക്ക്. ഇവിടെ എന്താണ് നമുക്ക് എന്താണ് ആംഗിൾ ബി ഉണ്ട്, ആംഗിൾ ഡി എന്താണ് ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഓക്കെ, ആൾട്ടർനേറ്റ് ആർക്കിന്റെ എന്താണ് ആംഗിൾസ് ആണ്. വാട്ട് ഇസ് എ മെഷർ ഓഫ് ആംഗിൾ ബി? നമുക്ക് ഇവിടെ വേണ്ട എന്താണ് ആംഗിൾ ബി ആണ് വേണ്ട. ആംഗിൾ ബി എന്തായിരിക്കും ഇവിടെ നമ്മൾ പഠിച്ചോണം കേട്ടോ. ഇത് എന്താണ് ഒരു മേജർ ആർക്കാണ്. എന്താണ്ട് ഒരു മേജർ ആർക്കാണ്. ഈ മേജർ ആർക്ക് എന്താണ് ഇവിടെ സെൻട്രലോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്? 210 ആണെങ്കിൽ എന്താണ് 210 ആണെങ്കിൽ അതിന്റെ ഹാഫ് ആയിരിക്കും ഇവിടെ മേക്ക് ചെയ്യുക. ആ ഒരു ആർക്ക് സർക്കിളിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? ഈ 210ന്റെ എന്തായിരിക്കും? 210ന്റെ ഹാഫ് ആയിരിക്കും. 210ന്റെ ഹാഫ് എത്ര ഉണ്ടാവും മക്കളെ? 210/2. എത്രയാണ് ആൻസർ? 210/2. 210/2 എത്രയാണ് ആൻസർ? 105. ഓപ്ഷൻ ഉണ്ടാ 105 ഇതാ ഉണ്ട്. സോ അതിന്റെ ആൻസർ എന്താ ഉണ്ടാ? 105 ആണ് അതിന്റെ ആൻസർ. ഓക്കെ, 210 എന്താണ് 2. ആൻസർ 105. സോ 105 ആണ് എന്ത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു ദിവസം നോക്കിയേ. ഇൻ ദി ഫിഗർ ആംഗിൾ CBE എത്രയാണ്? ആംഗിൾ CBE എത്രയാണ്? CBE 100 ഡിഗ്രിയാണ്. ഇതാ ഉണ്ട് CBE. ഇത് എത്രയാണ്? 100 ഡിഗ്രിയാണ്. വിച്ച് അമംഗ് ദി ഫോളോയിങ് ക്യാൻ ബി ആംഗിൾ A പ്ലസ് ആംഗിൾ D? ഇവിടെ നോക്കിയാടാ, ഇത് 100 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് രണ്ട് ലീനിയർ പെയർ, രണ്ടും കൂടെ ചേരുമ്പോൾ എന്താണ് മക്കളെ? ലീനിയർ പെയർ. സോ ഇത് 100 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര? ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് എന്താണ്? 180 മൈനസ് 100 എത്രയാണ് ആൻസർ? 80. എത്രയാണ്? 80. ഇനി നിങ്ങൾ അടുത്ത് നോക്കിയേ. ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ? ഒരു ക്വാഡ്രിലാറ്ററലിന്റെ എന്താണ് 4 കോർണർ ഇവിടെ ഉണ്ട് ആ സർക്കിളിലാണെങ്കിൽ നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് എന്ത്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സോ ഇതിവിടെ ഇത് 50 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180 മൈനസ് 80. കാരണം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സമപ്പെടും എത്രയായിരിക്കും? 180. എത്രയാണ്? 180. സോ ഇതെന്താണ് 80 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും കൂടാ? 180 മൈനസ് 80 എത്രയാണ്? 100. സോ ആംഗിൾ ഡി എത്രയാണ്? ആംഗിൾ ഡി നമുക്ക് 100 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നോക്കിക്കേ, ആംഗിൾ A പ്ലസ് ആംഗിൾ ഡി നമുക്ക് എന്താണ് കിട്ടുക എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇതിൽ ആംഗിൾ ഡി എന്തായാലും എന്താണ്? 100 ആണ്. ആംഗിൾ ഡി എന്താണ്? ഉറപ്പായിട്ടും 100 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആംഗിൾ ഡി എന്തായാലും എന്താണ്? 100 ആണ്. ഞാൻ 100 എന്ന് കൊടുത്തു. സോ നമുക്ക് നോക്കാം ആംഗിൾ A പ്ലസ് ആംഗിൾ ഡി എന്ത് കിട്ടും നമുക്ക് നോക്കാം. എന്തായാലും ഇതിന്റെ ആൻസർ 100നേക്കാൾ വലുതായിരിക്കും. കാരണം ഇതിൽ ഓൾറെഡി എന്താണ് ആംഗിൾ ഡി എത്രയുണ്ടാ മക്കളെ? 100 ആണല്ലേ. സോ ആംഗിൾ A പ്ലസ് ആംഗിൾ ഡിയുടെ വാല്യൂ ഉറപ്പായിട്ടും 100നേക്കാൾ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഈ 100നെ ഇപ്പം തന്നെ അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. കാരണം ഒരിക്കലും 100 ആയിരിക്കില്ല ആൻസർ. കാരണം എന്താണ്? അതിന്റെ റീസൺ എന്താണ്ടാ മക്കളെ? അതിന്റെ റീസൺ ആംഗിൾ A പ്ലസ് 100 എന്നാണ് കിടക്കുന്നത്. അപ്പൊ എന്തായാലും കിട്ടുന്ന ആൻസർ എന്തായാലും 100നേക്കാൾ എന്തായാലും വലുത് വരണം അല്ലേ. സോ എന്താണ്? 100ഉം വരില്ല, അതുപോലെ എന്തും വരില്ല, 80ഉം വരില്ല. ഈ രണ്ട് ആൻസർ എന്താണ് അവിടെ? വരില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇനി നമുക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. എന്താണ്? 200 ഉണ്ട്, 290 ഉണ്ട്. ഇനി നമുക്ക് നോക്കാം 290 വരുമോ നോക്കാം. 290 ഇത് വരാനുള്ള ചാൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇത് 290 ആണെങ്കിൽ ആംഗിൾ A പിന്നെ എത്രയാവണം? അങ്ങനെയെങ്കിൽ ആംഗിൾ A 190 വരും. ആംഗിൾ A എത്ര വരണം? 190. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയേ ഉള്ളൂ ആംഗിൾ. ഇത് എന്തായാലും 180നേക്കാൾ ചെറുതായിട്ടുള്ള ആംഗിൾ ആണ് ആണല്ലോ. പക്ഷെ ഇവിടുത്തെ ആംഗിൾ 190 ആണ്. 190 വന്നാൽ ശരിയാവും അവിടുത്തെ ആംഗിൾ? ഇല്ല. അപ്പൊ നമുക്ക് എന്താണ്? ഈ 290 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ള ആൻസർ ഏതാണ്ടാ മക്കളെ? 200 ആണ്. എത്രയാണ്? 200 ആണ്. സോ 200 നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് കണ്ടീഷൻ? 200 നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇതെന്താണ്? ഇത് ഓൾറെഡി 100 ആണ്. അപ്പൊ ഇതെവിടെ എത്ര വരും? ഇവിടുത്തെ ആൻസർ എന്ത് വരണം? ഇവിടെയും എന്തായിരിക്കും? 100 ആയിരിക്കും. അത് വരാമല്ലോ. ഇവിടെയും 100, ഇവിടെയും 100 വന്നൂടെ? വരാം, ഒരു പ്രശ്നവുമില്ല. ക്ലിയർ? സോ എന്താണ്? രണ്ടും 100 ആയി കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടും നമുക്ക്? ആൻസർ
200 എന്ന് കിട്ടുകയും ചെയ്യും. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ എ ആണ്. എന്താണ്? ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 200 ആയിരിക്കും. എത്രയായിരിക്കും? 200. അടുത്ത ദിവസം നോക്കി, വിച്ച് among the following is not a cyclic quadrilateral? നിങ്ങൾ പഠിച്ചു വെച്ചോണേ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ എന്താണ്? റെക്റ്റാങ്കിൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അതുപോലെ സ്ക്വയർ എന്താണ് മക്കളെ? സ്ക്വയർ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് കേട്ടോ. സ്ക്വയർ എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നൊരു കാര്യമാണ് ഐസോസെലസ് ട്രപ്പീസിയം. എന്താണ് ഐസോസെലസ് ട്രപ്പീസിയം? എന്താണ്? അതും എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഇത് ഇത്രയും കാര്യങ്ങളാണ് എന്ത്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഏതാണ്ട് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ബാക്കി വരുന്ന എല്ലാം എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ല. ഓക്കെ, അപ്പോൾ വിച്ച് among the following is not a cyclic quadrilateral? ഇവിടെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലാത്ത ഏതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ റെക്റ്റാങ്കിൾ സൈക്ലിക് ആണ്, സ്ക്വയർ സൈക്ലിക് ആണ്, ഐസോസെലസ് ട്രപ്പീസിയം സൈക്ലിക് ആണ്. സോ ഇവിടുത്തെ ആൻസർ ഏതാണ്ട് മക്കളെ? പാരലോഗ്രാം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇവിടെ, കാരണം സൈക്ലിക് അല്ലാത്തത്. ഓക്കെ, അടുത്ത ദിവസം നോക്കി, ഇൻ ദി ഫിഗർ O is the center of the circle. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് എക്സ്? നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് വേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇതൊരു കോഡാണ് കണ്ടോ. ഈ ഒരു കോഡ് സർക്കിളിലെ സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആണ്ടാ? 100 ആണ്. എത്രയാണ്? 100. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോഡ് ഈ ഒരു മേജർ ആർക്കുമായിട്ടുണ്ടാകുന്ന ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? 100ന്റെ പകുതിയായിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ഇങ്ങനെ ഒരെണ്ണം കൂടെ വരയ്ക്കുകയാണ്. അതൊന്നും ഇനി നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്താണ്? ഇതൊരു കോഡാണ്. ഏതാണ്? ഇതൊരു കോഡാണ്. ഈ ഒരു ഗ്രീൻ ഇങ്ക് വെച്ച് വരച്ചെങ്കിൽ ഇതെന്താണ്? ഒരു കോഡാണ്. ഇത് സെൻട്രലോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? സെൻട്രലോട്ട് മേക്ക് ചെയ്യുന്നത് 100 ആണ്. എത്രയാണ്? 100 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 100ന്റെ പകുതി എത്രയാണ്? 50 ആയിരിക്കും. ഇനി ഇത് 50 ആണെങ്കിൽ എന്താണ്? ഇവിടുത്തെ ആംഗിളിന്റെയും ഈ ഒരു ആംഗിളിന്റെയും കൂടെ സം എത്രയാണ്ടാ മക്കളെ? 180. അതായത് എക്സും ഈ 50 കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ്? 180 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? +50 അപ്പുറത്ത് പോകുമ്പോൾ -180 -50 എത്രയാണ് ആൻസർ? 130. ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ 130 ആണ്. എത്രയാണ്? 130. കാരണം ഇതൊരു കോഡാണെങ്കിൽ കോഡ് എന്താണ്? 2 പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു കോഡ് സർക്കിളെ 2 പാർട്ടാക്കും. അതിൽ താഴത്തെ പാർട്ടിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിന്റെയും മുകളിലത്തെ പാർട്ടിൽ മേക്ക് ചെയ്യുന്ന ഈ 2 ആംഗിളിന്റെയും കൂടെ സം എത്രയായിരിക്കും? 180 ആയിരിക്കും. എത്രയായിരിക്കും? 180 ആയിരിക്കും. അതിൽ നമ്മൾ ഈ ഒരു ആംഗിൾ നമ്മൾ എങ്ങനെ കണ്ടുകിട്ടി? ഇതാ ഈ ഒരു എന്താണ്? ഈ ഒരു കോഡ് സർക്കിളിന്റെ സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 100 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും അത് എവിടെ മേക്ക് ചെയ്യുക? നമ്മുടെ സർക്കിളുമായിട്ട് മേക്ക് ചെയ്യുക. ഓക്കെ, സോ ആൻസർ ഏതാണ്ട് 130. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ. ക്ലിയർ? അടുത്ത ദിവസം നോക്കിയേ, ഇൻ ദി ഫിഗർ PQRS ഇസ് എ സ്ക്വയർ. കണ്ടോടെ PQRS. ഇവിടെ PQRS. PQRS ഇതെന്താണ്? ഇതൊരു സ്ക്വയർ ആണ്. ഓക്കെ, ഇതെന്താണ്ട് ഒരു സ്ക്വയർ ആണ്. ഓക്കെ, ഇതൊരു സ്ക്വയർ ആണ്. നമുക്ക് വാട്ട് ഇസ് മെഷർ ഓഫ് ആംഗിൾ STR? എവിടെ STR? ഈ ഒരു ആംഗിൾ വേണം. STR ഈ ഒരു ആംഗിൾ ആണ് വേണ്ടത്. STR വളരെ എളുപ്പമാണ്. ഞാൻ എന്താണ് ഇവിടെ ഈ ഒരു ആറും ബിയും കൂടെ കണക്ട് ചെയ്യണേ പരസ്പരം. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ആംഗിൾ P ഫുൾ 90 അല്ലേ? കാരണം ഇതൊരു സ്ക്വയർ ആണല്ലേ, അപ്പോൾ അത് ഫുൾ 90 ആണ്. അത് 2 ഈക്വൽ പാർട്ടായിട്ട് മാറും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയാവും? 45. എത്രയാവും? 45. നിങ്ങൾ നോക്കിയേ, ഇതാ ഒരു സർക്കിൾ ഉണ്ട്. സർക്കിൾ അതിന് 2 പാർട്ടാക്കുന്നുണ്ട്. അതിൽ മുകളിലത്തെ പാർട്ടിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 45. അങ്ങനെയാണെങ്കിൽ താഴത്തെ എന്താണ് പാർട്ടിൽ മേക്ക് ചെയ്യുന്ന ഈ 2 ആംഗിളിന്റെയും സം 180 അല്ലേ? ഈ 2 ആംഗിളിന്റെയും സം 180 അല്ലേ ഇടേ? അല്ലേ? ഈ ആംഗിളിന്റെയും ഈ ആംഗിളിന്റെ സം എത്രയാണ്? 180 ആണ്. സോ അപ്പോൾ ഇത് 45 ആണെങ്കിൽ ഈ ആംഗിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 180 - 45 ചെയ്താൽ മതി. സോ 180 - 45 എത്രയാണ്? 180 - 45 എത്രയായിട്ടും ആൻസർ 135 ഡിഗ്രി ഉണ്ട്. ആ ഓപ്ഷനിലുണ്ട് 135 ഡിഗ്രി. അടുത്ത ദിവസം നോക്കിക്കോണേ, ഇൻ ക്വാഡ്രിലാറ്ററൽ ABCD ദി സൈഡ് AB ആൻഡ് DC ആർ പാരലൽ. AB ഉം DC എന്ത് ലൈൻസ് ആണ്? പാരലൽ ലൈൻസ് ആണ്. ആൻഡ് ആംഗിൾ A നോട്ട് ഈക്വൽ ടു ആംഗിൾ B. ആംഗിൾ Aയും ആംഗിൾ B എന്തല്ല? ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സൈഡ് പാരലായിട്ട് അല്ലെ, ഒരു പെയർ എന്താണ്? ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ് പാരലായിട്ട് മാറുകയും ആംഗിൾ Aയും ആംഗിൾ Bയും ഈക്വൽ ആകുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ്? AB യും DC യും പാരലലും
അതുപോലെ തന്നെ എന്താണ് ആംഗിൾ എയും ഇവിടുത്തെ ആംഗിൾ ബിയും ഈക്വൽ ആവുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പറഞ്ഞ പേരാണ് ഐസോസെലസ് ട്രപ്പീസ് എന്നുള്ള ഐസോസെലസ് ട്രപ്പീസ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇതെന്തല്ല സാധനം, ഐസോസെലസ് ട്രപ്പീസിയം അല്ല. എന്നിട്ടും അവര് മാങ്ങാണ്ടി പറഞ്ഞു വെച്ചേക്കാണ് ABCD എന്തെന്നാണെന്ന്, സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആണെന്ന്. ശരിയാവോ? ഇല്ല. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്, കറക്റ്റ് അല്ല, അത് തെറ്റാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നോൺ ഐസോസെലസ് ട്രപ്പീസിയം, ഐസോസെലസ് ട്രപ്പീസിയം അല്ലാത്തത് എല്ലാം എന്താണ്, ആർ നോട്ട് സൈക്ലിക് ആണ്. അതെന്താണ്? അത് ശരിയാണ്. നോൺ ഐസോസെലസ് ട്രപ്പീസിയം എന്താണ് ഐസോസെലസ് ട്രപ്പീസിയം അല്ല എങ്കിൽ എന്താണ്, അതെന്തല്ല, അത് സൈക്ലിക് അല്ല എന്നുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്, ഫോൾസും സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്, ട്രൂ ആണ്. സോ ഇതിന് ആൻസർ എന്താണ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് എന്താണ് മക്കളെ, ട്രൂ. അടുത്ത ദിവസം നോക്കി, 2 സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്ടാ, സം ഓഫ് ഔട്ടർ ആംഗിൾ ഓഫ് ഓപ്പോസിറ്റ് വെർട്ടിസസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് 180. ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ എടുത്തേക്കാണ് കേട്ടോ. അതായത് എന്താണ്, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ഇതാണ് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ഒരു സർക്കിളിൽ അതിന്റെ 4 കോർണറും ടച്ചായി നിൽക്കുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അതിനകത്തുള്ള ഒരു ആംഗിൾ എന്താണ്, ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, ഇത് 120. അല്ലെങ്കിൽ സംശയമൊന്നുമില്ലല്ലോ. ഇത് 60 ആണെങ്കിൽ ഇത് എത്ര വരണം, ഇത് 120 ആയിരിക്കും, ആണല്ലോ. ഇനി ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, 180 മൈനസ് 60 എത്രയാണ്, ഇത് 120. അതുപോലെ ഇത് 120 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, ഇത് 60 ആയിരിക്കും. ഇത് രണ്ടുമാണ് ഇന്നർ ആംഗിൾ, ഇതുമാണ് ഇന്നർ ആംഗിള്, ഇത് രണ്ടുമാണ് എന്ത്, ഔട്ടർ ആംഗിൾ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, സം ഓഫ് ഔട്ടർ ആംഗിൾ ഓഫ് ഓപ്പോസിറ്റ് വെർട്ടിസസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്റർ ഈസ് 180. അതായത് ഔട്ടർ ആംഗിൾ അല്ലേ, ഇത് ഇതുമാണ് ഓപ്പോസിറ്റ് വെർട്ടിസസ്. അതിന്റെ ഔട്ടർ ആംഗിൾ ഇവിടെ ഏതൊക്കെയാണ്, 120യും 60. നിങ്ങൾ നോക്കിയേ, 120 പ്ലസ് 60 എത്രയാണ്, 180 അല്ലേ, കറക്റ്റ് അല്ലേ. സോ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്, സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, ഒരു പ്രശ്നവും ഇല്ല, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്തത് സ്റ്റേറ്റ്മെന്റ് 2 ആണ്. ഇൻ എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഔട്ടർ ആംഗിൾ അറ്റ് എ വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു എന്താണ്, ഇന്നർ ആംഗിൾ അറ്റ് ദി ഓപ്പോസിറ്റ് വെർട്ടെക്സസ്. എന്താണ്, ഇൻ എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഔട്ടർ ആംഗിൾ അറ്റ് എ വെർട്ടെക്സ് അല്ലേ, ഒരു സൈഡ് ഒരു പോയിന്റിലുള്ള എന്താണ് ഔട്ടർ ആംഗിൾ, നമുക്ക് ഇവിടെ ആരെ എടുക്കാം, 120 എടുക്കാം. സോ ഔട്ടർ ആംഗിൾ അറ്റ് എ വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു ദി ഇന്നർ ആംഗിൾ അറ്റ് ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഇന്നർ ആംഗിൾ അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സസ് ഇതാണല്ലേ, അതിന്റെ ഇന്നർ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതല്ലേ 120. അത് ശരിയാണോ തെറ്റാണോ, അത് ശരിയല്ലേ, 120 ആണ്, 120 ആണ്. സോ അത് കറക്റ്റുമാണ്. ഇവർ തമ്മിൽ എന്താണ്, ഒരു റിലേഷനും എന്താണ്, പരസ്പരം എന്താണ്, ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, കറക്റ്റ് ആണ് സംഭവം. ഈ 2 സ്റ്റേറ്റ്മെന്റ് കറക്റ്റുമാണ്, ഇവർ പരസ്പരം എന്താണ്, കണക്റ്റുമാണ്. ഓക്കെ, സോ അത് കാരണം നമുക്ക് എന്ത് പറയാം, ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 അല്ല, എന്താണ്, സ്റ്റേറ്റ്മെന്റ് 2 അല്ല. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദി റീസൺ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. എന്താണ് ആൻസർ, സി ആണ്. സി ആണ് എന്ത് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഫിഗർ ദി ആംഗിൾ ആർ മാർക്ഡ് കറക്റ്റ്ലി അല്ലേ. എന്താണ് ആംഗിൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്ന ഏതിനാണ് നമുക്ക് എന്ത് ചെയ്യാൻ, കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം കണക്ട് ചെയ്യാം. ഇത് കണക്ട് ചെയ്യുമ്പോൾ ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളൊക്കെ എന്ത് ട്രയാങ്കിൾ ആണ് മക്കളെ, ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഇത് 20 ആണെങ്കിൽ ഇത് എത്രയാണ്, 20 ആയിരിക്കും. ഇത് 30 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, 30 ആയിരിക്കും. സോ 20 പ്ലസ് 30 എത്രയാണ്, 20 പ്ലസ് 30 50 ആണ്. എത്രയാണ്, 50. ഇത് 50 ആണെങ്കിൽ അതിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെ വരിക. എന്താണ് 50 ഡബിൾ എത്രയാണ്, 100. ഇത് ശരിയാണോ, ശരിയല്ല, അവിടെ 40 ആണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇത് എന്താണ്, തെറ്റാണ്. അവിടെ വരേണ്ടിയിരുന്ന കറക്റ്റ് ആൻസർ 100 ആയിരുന്നു. ഇവിടെ നമുക്ക് പരസ്പരം അങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് 20 ആണെങ്കിൽ ഇവിടെ എത്രയാണ് വരേണ്ടത്, 20. ഇത് 30 ആണെങ്കിൽ ഇവിടെ എത്രയാണ് വരേണ്ടത്, 30. സോ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ വരേണ്ടിയിരുന്ന ആൻസർ 20 30 എത്രയുണ്ടായി, 50. 50ന്റെ ഡബിൾ എത്രയാണ്, 100. പക്ഷെ അവിടെ വന്നേക്കുന്ന ആൻസർ എത്രയാണ്, അവിടെ വന്നേക്കുന്ന ആൻസർ 50 ആണ്. പക്ഷെ അവിടെ വരേണ്ട എത്രയാണ്, 100. അപ്പൊ ഇതുമല്ല. നമുക്ക് അടുത്തിലോട്ട് പോവാം. ഇത് 20 ആണെങ്കിൽ ഇത് എത്രയാടേ, 20. ഇത് 30 ആണ്, ഇതും എന്താണ് 30. സോ 20 30 എത്രയാണ്, 20 30 50 ആണ്. 50ന്റെ ഡബിൾ ഇവിടെ എത്ര വരണം, 100 വരണം. പക്ഷെ ഇവിടെ വന്നിട്ടുള്ള ഏതാണ്, 60. അപ്പൊ അതും അല്ല, അതുമല്ല. നമുക്ക് നേരെ ഇവിടെ പോവാം. ഇതായിരിക്കും അല്ലേ ശരി. നമുക്ക് നോക്കാം, ഇവിടെ കണക്ട് ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ് 20 ആണെങ്കിൽ ഇവിടെ എത്രയാണ്, 20. ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ എത്രയാണ്, 30. 20 30 50. 50ന്റെ ഡബിൾ എത്രയാണ്, 100. കറക്റ്റ് അല്ലേ ഇവിടെ, ശരിയാണല്ലോ. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, ഇത്രയേ ഉള്ളൂ ഫിഗർ. എന്താണ് ആ ഫിഗറിൽ ഞാൻ ബാക്കിയുള്ള എല്ലാം വരച്ച് ചേർത്താണ് കേട്ടോ.
അവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ദി ഫിഗർ ആംഗിൾ എത്രയാണ്ടാ മക്കളെ? ആംഗിൾ 80 ആണ്. ഓക്കെ, ആംഗിൾ എത്രയാണ്? 80 ഡിഗ്രി ആണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് BAD? ഏതാണ് BAD? ഇതാണ് ആർക്ക് BAD. ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് സെൻട്രൽ ആംഗിൾ. ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ട ആംഗിൾ. ഓക്കെ, ഈ ആംഗിളാണ് നമുക്ക് വേണ്ടത്. ഈ ആംഗിൾ പല രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ബിയും ഡിയും കൂടെ വേണമെങ്കിൽ ഒന്ന് യോജിപ്പിക്കാം. യോജിപ്പിച്ചാൽ BD എന്ന് പറയുന്ന ഈ ഒരു ആർക്ക്, ഈ ഒരു ആർക്ക് എന്താണ്? സെൻട്രലായിട്ട് മേക്ക് ചെയ്യുക, സെൻട്രൽ അല്ല സർക്കിളുമായിട്ട് മേക്ക് ചെയ്യുന്ന ഇവിടെ എത്രയാണ്? 80 ആണ്, 80 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് സെൻട്രലായിട്ട് മേക്ക് ചെയ്യുന്നത് എന്തായിരിക്കും? 80 ഡബിൾ എത്രയാണ്? 160 ആയിരിക്കും. എത്രയായിരിക്കും? 160. സോ ഈ ആംഗിൾ എത്രയായിരിക്കും ഇവിടെ? ഈ ആംഗിൾ 160 ആയിരിക്കും. 160. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആംഗിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 360 മൈനസ് 160 ചെയ്താൽ പോരെ? 360 160 കുറച്ച ആൻസർ നമുക്ക് എന്ത് കിട്ടും? 200 കിട്ടും. എന്ത് കിട്ടും? 200. അപ്പൊ ഒന്നല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അല്ല എങ്കിൽ ഈ ആംഗിൾ 80 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്താണ്? ഈ ഒരു ആംഗിൾ 80 ആണെങ്കിൽ അല്ലെ, ഈ ഒരു ആംഗിൾ 80 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? കാരണം സൈക്ലിക് ക്വാഡ്രിലേറ്റർ അല്ലേ. ഇത് 80 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180 മൈനസ് 80. കാരണം ഓപ്പോസിറ്റ് ആംഗിൾ, ഈ ആംഗിളിന്റെയും ഈ ആംഗിളിന്റെയും സം 180 ആയിരിക്കും. അപ്പൊ ഇത് 80 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ആ ഒരു ആംഗിള് 180 മൈനസ് അല്ലെ, 180 മൈനസ് 80 എത്രയായിരിക്കും? 100 ആയിരിക്കും. ഈ ആംഗിൾ 100 ആണെങ്കിൽ അതിന്റെ ഡബിൾ ആയിരിക്കും എവിടെ വരിക? ഇത് ഇവിടെ വരുന്ന ആംഗിൾ 100 × 2. 100 × 2 എത്രയാണ്? 200. സോ അപ്പോഴും എന്ത് തന്നെയാണ് ആൻസർ? 200 തന്നെയാണ് ആൻസർ ആയിട്ട് വരിക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദി മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് 1/5 പാർട്ട് ഓഫ് എ സർക്കിൾ? നമ്മളൊരു സർക്കിൾ ഉണ്ട്. സർക്കിളിൽ എന്താണ് 1/4 പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആയിട്ട് നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? അങ്ങനെ ഈക്വൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു പീസിനോട് പറഞ്ഞ പേരാണ് എന്ത്? 1/4 പാർട്ട്. ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? കാണുമ്പോഴേ അറിയാം എത്രയാണ്? 90 ആണ്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? 360 ഇൻറ്റു എന്താണ്? 1/4 ചെയ്യും. 360 4 ക്യാൻസൽ ആയി പോകുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 90. ആൻസർ നമുക്ക് എന്ത് കിട്ടും? 90 എന്നുള്ള ഒരു പക്ക ആൻസർ കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ പ്രോബ്ലം ആണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ സ്റ്റേറ്റ്മെന്റ് 1 ആണ്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം 2 പറയാണ്. ദി ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് എ റൈറ്റ് ആംഗിൾ. ദി ആംഗിൾ ഇൻ എന്താണ്? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. ഇല്ല, നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ പറയാം കേട്ടോ. ഇൻ ദി ഗിവൺ ഫിഗർ AB ഇസ് ഡയമീറ്റർ. AB എന്താണ് പറയുന്നത്? AB അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. AB എന്താണ് ഇവിടെ? AB ഡയമീറ്റർ ആണ്. AB എന്താണ്? AB ഡയമീറ്റർ ആണെങ്കിൽ ആംഗിൾ B എന്താണ്? ആംഗിൾ B 40 ഡിഗ്രി ആണെങ്കിൽ ദെൻ ആംഗിൾ A 50 ഡിഗ്രി എന്ന് പറയുകയാണ്. നോക്കിക്കട്ടെ, AB ഡയമീറ്റർ ആണെങ്കിൽ ഇവിടെ എന്താണ്? ആംഗിൾ C എത്രയായിരിക്കും? ആംഗിൾ C 90 ആയിരിക്കും. ആംഗിൾ C എത്രയായിരിക്കും? 90 ആയിരിക്കും. ഇനി ആംഗിൾ C 90 ആണെങ്കിൽ ഇവിടെ 40 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? നോക്കിയേ, ഏതൊരു ട്രയാംഗിൾ എടുത്താലും ആംഗിളിന്റെ സം എന്ന് പറഞ്ഞാൽ 90 + 90 180 ആണല്ലേ. അതിന്റെ 3 ആംഗിളിന്റെയും സം എന്താണ്? 180 ആണ്. ഇനി എന്താണ്? 90 + 90 180 ആണ്. അതിൽ ഈ ഒരു ആംഗിൾ എന്താണ്? ഈ ഒരു ആംഗിൾ 90 ആണെങ്കിൽ ഈ രണ്ട് ആംഗിളിന്റെയും സം എത്ര വരണം? അത് 90 ആയിരിക്കണ്ടേ. അപ്പൊ ഇവിടെ 40 ആണെങ്കിൽ അപ്പൊ ഇത് എത്രയായിരിക്കും? 90 - 40. 90 - 40 എത്ര? 50. അത് ശരിയല്ലേ? ആംഗിൾ 50 അല്ലേ? അപ്പൊ ഒന്നാമത്തെ എന്താണ്? കറക്റ്റ് ആണ്. ഒന്നാമത്തെ എന്താണ് മക്കളെ? കറക്റ്റ് ആണ്. രണ്ടാമത്തെ പറയുന്നത് ഈ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് എ റൈറ്റ് ട്രയാംഗിൾ. നമുക്ക് AB ഡയമീറ്റർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? എത്ര തന്നെയാണ്ട? 90 ഡിഗ്രി. കറക്റ്റ് അല്ലേ? സോ ഒന്നാമത്തതുമായിട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കണക്റ്റും ആണ്. രണ്ടും എന്താണ്? ശരിയുമാണ്. സോ ആൻസർ എന്താണ്? C ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ഒരു ക്വസ്റ്റ്യനിൽ O എന്താണ്? സർക്കിളിന്റെ സെന്റർ ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ DB എന്താണ്? ഓയിലൂടെയാണ് പാസ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയെങ്കിൽ DB എന്താണ് മക്കളെ? DB ഡയമീറ്റർ ആണ്. അപ്പൊ ഡയമീറ്റർ ആണെങ്കിൽ അത് സർക്കിളുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ആയിരിക്കും. എത്ര ഈ ഫുൾ ആംഗിൾ എത്രയായിരിക്കും? 90 ആയിരിക്കും. അപ്പൊ നമുക്ക് അതിലെന്താണ്? ഇതെന്താണ്? ഇത് 30 ആണെങ്കിൽ അല്ലെ, അതിലെന്താണ്? ഇത് ഫുള്ള് 90 ആണ്. അതിലിത് 30 ആണെങ്കിൽ അപ്പൊ ഈ ആംഗിൾ ഇത്ര ആംഗിൾ എത്രയായിരിക്കും കൂടാ മക്കളെ? 90 - 30 എത്രയാണ്? 60. എത്രയാണ്? 60. അപ്പൊ ഈ ആംഗിൾ എത്ര വരണം? 60 വരണം. ഓക്കെ, നമുക്ക് കണ്ട ഈ ഒരു ഫുൾ ട്രയാംഗിൾ എടുക്കുമ്പോഴേ ഈ ഇവിടുത്തെ ഈ ഒരു ആംഗിൾ പ്ലസ് ഈ ആംഗിൾ എടുക്കാം. നോക്കിക്കോ,
ഇത് 90 ആണ്, ഫുൾ എത്രയാണ് 90. ഇതെന്താണ് 60 ആണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആംഗിൾ എ ഡി ബി ആണ്. ആംഗിൾ എ ഡി ബി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളിന്റെ കൂടെ സം എന്ന് പറഞ്ഞാൽ 180 ആണ്. അതിൽ നമുക്ക് ആരെ കുറയ്ക്കണം? ഇവിടുത്തെ ഈ ആംഗിൾ എത്രയുണ്ട്? ഈ ആംഗിൾ 90 ആണ്. അപ്പൊ 90 പ്ലസ് അടുത്ത ഇവിടുത്തെ ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ എത്രയാണ്? 60 ആണ് അല്ലേ? അപ്പൊ 90 പ്ലസ് 60. 90 പ്ലസ് 60 ആൻസർ നമുക്ക് എന്ത് കിട്ടും? 180 മൈനസ് 90 പ്ലസ് 60 150. ആൻസർ 30 ഡിഗ്രി. ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. അപ്പോൾ എ ഡി ബി 30 ഡിഗ്രി. നമുക്ക് അടുത്ത വേണ്ടത് എ ബി സി. ഇതാണ് വേണ്ടത്, ഈ ആംഗിൾ എ ബി സി ഫുള്ള് വേണം. എ ബി സി അത് വേണമെങ്കിൽ നമുക്ക് ഇത് 30 ആണെങ്കിൽ എന്താണ് ആംഗിൾ എ സി ബി എത്രയാണ്? ഇവിടെ ആംഗിൾ എ സി ബി എന്ത് തന്നെയായിരിക്കും? 30 ആയിരിക്കും. ഇത് 30 ആണെങ്കിൽ ഇത് 30 ആണെങ്കിൽ ഇതും എന്താണ്? 30 ആണ്. റീസൺ എന്താണ്ടാ? ആംഗിളിനെ സെയിം കോഡ് അല്ലെ? ആംഗിളിനെ സെയിം സെഗ്മെന്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. അതായത് ഇതെന്താണ്ട ഒരു കോഡാണ്. ഈ കോഡ് സർക്കിളായിട്ട് ഇവിടെ മേക്ക് ചെയ്യുന്ന ഈ ആംഗിളും ആ ഒരു കോഡ് സർക്കിളിൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ഈ 2 ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്തായിരിക്കും? ഇവിടെ സെയിം ആയിരിക്കും. സോ ഇത് 30 ആണെങ്കിൽ എന്താണ്? ഇത് 30 ആണെങ്കിൽ ഇതും എത്ര ആയിരിക്കും? ഇതും 30 ആയിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായി. എന്താണ് ആംഗിൾ എ സി ബി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആംഗിൾ എ ബി സി ആണല്ലേ? ആംഗിൾ എ ബി സി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈക്വൽ ടു 180 മൈനസ് ട്രയാംഗിളിന്റെ ബാക്കി 2 ആംഗിൾ അറിയാം. ഇത് 30 എന്നറിയാം, ഇതും 30 എന്നറിയാം അല്ലേ? സോ രണ്ടും കൂടെ ആഡ് ചെയ്യുക, 180 മൈനസ് ചെയ്യുക. 180 മൈനസ് 30 പ്ലസ് 30. 30 പ്ലസ് 30 എത്രയാണ്? 60 അല്ലേ? സോ 180 മൈനസ് 60 എത്രയാണ് ആൻസർ? 120. അപ്പോൾ ആംഗിൾ എ ബി സി എത്രയാണ്? ആംഗിൾ എ ബി സി 120. എത്രയാണ്? 120. ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കടാ. ആംഗിൾസ് ഓൺ ദി ആൾട്ടർനേറ്റ് സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഇൻ ദ റേഷ്യോ 1:3. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ഇൻ ഈച്ച് സെഗ്മെന്റ്? അതായത് നമ്മുടെ എന്താണ് ഒരു സർക്കിള്, ആ സർക്കിൾ എന്താണ്ടാ ആൾട്ടർനേറ്റ് സെഗ്മെന്റിലെ ആംഗിൾ എത്രയാണ്? ഏതൊക്കെയാണ്? അതായത് നമുക്കൊരു കോഡ് വരയ്ക്കാം. അപ്പൊ ഇവിടെ 2 സെഗ്മെന്റ് ഉണ്ട് അല്ലേ? അതിൽ ഓരോ സെഗ്മെന്റിലും മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഇതൊരു സെഗ്മെന്റ് ആണ്, ഇത് താഴെ മേക്ക് ചെയ്യുന്ന സെഗ്മെന്റ് ആണ്. ഇവിടെ മുകളിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിന്റെയും താഴെ മേക്ക് ചെയ്യുന്ന ആംഗിളിന്റെയും റേഷ്യോ ഇവിടെ എത്രയാണ്? റേഷ്യോ 1:3 ആണ്. അപ്പൊ ഇതിനെ ക്വാണ്ടിറ്റി ആക്കണമെങ്കിൽ നമ്മൾ ഇതിനോടൊപ്പം എന്ത് ചേർത്ത് കൊടുക്കും? ഒരു എക്സ് കൂടെ ചേർത്ത് കൊടുത്താൽ ഇപ്പൊ എന്തായി? ഇതൊരു ആംഗിളായി മാറി. അപ്പൊ ഈ ആംഗിൾ എന്താണ്? ഇത് 1x ആണെങ്കിൽ ഇത് എന്താണ്? ഈ ആംഗിൾ എന്താണ്? ഇത് 3x ആണ്. ഓക്കെ, 2 ആംഗിളായി, 1x 3x. സോ ഈ 2 ആംഗിളിന്റെയും സം എത്രയാണ്? 1x പ്ലസ് 3x. ഈ 2 ആംഗിളിന്റെയും സം നമുക്കറിയാം എത്രയാണ്? 180 ആണ്. എത്രയാണ്? 180. സോ 1x പ്ലസ് 3x എന്ന് പറഞ്ഞാൽ 4x ആണ്. 4x ഈക്വൽ ടു 180 ആണ്. ഇതിന് x ഈക്വൽ ടു ഇൻറ്റു ദ 4 അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആവും അല്ലേ? 180/4. ആൻസർ 45 ആണ്. എത്ര? 45. അപ്പൊ ഒന്നാമത്തെ ആംഗിൾ ഏതാണ്? 1x അല്ലേ? അപ്പൊ 1x എന്ന് പറഞ്ഞാൽ 1 × 45. എത്രയാണ് ആൻസർ? 45. രണ്ടാമത്തെ ആംഗിൾ ഏതാണ്? 3x ആണല്ലേ? അപ്പൊ 3 × 45. ആൻസർ എത്രയാണ്? 135. ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ദി ഫിഗർ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് AXB. കണ്ടോ? AXB ആണ്. AXB ഇതാണ് AXB. അതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? ഇവിടെ ഒരു സെന്റർ ഉണ്ടെന്ന് വിചാരിച്ചോ. അതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? അതിന്റെ സെൻട്രൽ ആംഗിൾ 60 ആണ്. എത്രയാണ്? 60. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് വരയ്ക്കാം അല്ലെ? ഇതിനൊരു സെന്റർ ഉണ്ട് അല്ലെ? ആ സെന്ററിന് ഞാൻ തൽക്കാലം നമുക്ക് നെയിം എന്തെങ്കിലും കൊടുക്കാം, O എന്ന് കൊടുക്കാം അല്ലേ? സോ ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ എത്രയാണ്? 60. എത്രയാണ്? 60. ആൻഡ് ആർക്ക് CYD. എവിടെ CYD? കണ്ടോ? CYD. ഈ CYD എന്താണ്? അതിന്റെ എന്താണ് സെൻട്രൽ ആംഗിൾ എത്രയാണ്? സെൻട്രൽ ആംഗിൾ എത്രയാണ് മക്കളെ? 70 ആണ്. എത്രയാണ്? 70. അപ്പൊ നമുക്ക് അതുകൂടെ ഒന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം. അതെത്രയാണ്? അതിന്റെ സെൻട്രൽ ആംഗിൾ 70 ആണ്. എത്രയുണ്ട്? 70 ആണ്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി മെഷർ ഓഫ് ആംഗിൾ D. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുകയാണേ. എയും ബി ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ്. AB എന്ന് പറയുന്ന കോഡ് സെൻറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 60 ആണെങ്കിൽ അതേ കോഡ് സർക്കിളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആംഗിൾ D ഇത് എത്രയായിരിക്കും? ഈ ആംഗിൾ എത്രയായിരിക്കും? 60യുടെ ഹാഫ് ആയിരിക്കും. എന്തിന്? 60യുടെ ഹാഫ് ആയിരിക്കും. സോ ആംഗിൾ D എത്രയാണ്? ആംഗിൾ D ഈക്വൽ ടു ഒന്നാമത്തെ ആൻസർ ആണേ.
ആംഗിൾ ഡി ഈക്വൽ ടു എന്താണ് പറഞ്ഞോ 60/2. 60/2 എത്രയാണ് 30. ഒന്നുകൂടെ പറയാം, എ ബി എന്ന് പറയുന്ന കോഡ് സെൻട്രലുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ഒരു ആംഗിൾ എത്രയാണ് 60 ആണെങ്കിൽ അതിന്റെ അതേ സെന്ററിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും 60യുടെ പകുതി. 60യുടെ പകുതി എത്രയുണ്ടായി? അത് 30 ആയിരിക്കും. ക്ലിയർ. നെക്സ്റ്റ് നമുക്ക് അടുത്ത വേണ്ട ആംഗിൾ പറഞ്ഞാൽ ആംഗിൾ എ ആണല്ലേ, ആംഗിൾ അവിടെ ഇതുപോലെ തന്നെയാണ്. ഞാൻ ഒന്ന് കണക്ട് ചെയ്യാണ്. എന്താണ് ഈ ഡിയും സിയും കൂടെ ഒന്ന് കണക്ട് ചെയ്യണം. ഡിയും സിയും കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഡി സി എന്ന് പറയുന്ന കോഡ് സെന്ററുമായിട്ട് കണക്ട് ചെയ്യുന്നത് 70 ആണെങ്കിൽ അതിന്റെ രണ്ട് എൻഡിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന ഇവിടുത്തെ ഈ ആംഗിൾ അല്ലേ, ആംഗിൾ എ എത്രയായിരിക്കും? അതിന്റെ പകുതി. 70യുടെ പകുതി എത്രയുണ്ടാ? 70യുടെ പകുതി അത് എത്രയായിരിക്കും? ആംഗിൾ എ ഈക്വൽ ടു 70/2. 70/2 എത്രയാണ്? 35 ആയിരിക്കും. സോ ഇത് എത്രയാണ്? ഇത് 35. ഇത് എത്രയാണ് മക്കളെ? 35 ആണ്. ഇത് എത്രയാണ്? നമുക്ക് എന്ത് കിട്ടി? 30 ആണ്. നമുക്ക് അടുത്ത വേണ്ടത് ആംഗിൾ എ പി ബി. ഏതാണ്ട് മക്കളെ വേണ്ടത് എ പി ബി. ഈ ആംഗിൾ വേണം. ഈ ആംഗിൾ വളരെ വളരെ ഈസിയാണ്. എന്താണ് അവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ? ഒന്നല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഈ ആംഗിൾ കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ചതിന് ശേഷം 180 മൈനസ് ചെയ്യുക. കാരണം ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇതൊരു കുഞ്ഞു ട്രയാങ്കിൾ ആണ്. കണ്ടോ നിങ്ങൾ? അതിലെ രണ്ട് ആംഗിൾ നമുക്ക് അറിയാം. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ഈ ആംഗിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 180യിൽ നിന്ന് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്യുക. അല്ല എങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമുണ്ട്. അതായത് ഈ രണ്ട് ആംഗിളിന്റെ സം ആയിരിക്കും കേട്ടോ ഈ ആംഗിൾ. ഒരു ട്രയാങ്കിളില് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്, ഈ ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് അതിനകത്തുള്ള രണ്ട് ഇന്നർ ആംഗിളിന്റെ സമ്മിന് എന്താണ്? ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ നമുക്ക് ആംഗിൾ എ പി ബി കണ്ടുപിടിക്കാനായിട്ട് ആംഗിൾ എ പി ബി ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? രണ്ടുകൂടെ ആഡ് ചെയ്തെടുത്താൽ മതി. 35 + 30 എന്തായിരിക്കും ആൻസർ? 70. എത്രയുണ്ടായി? 70. 70 ആയിരിക്കും. ആൻസർ എത്രയായിരിക്കും? 70 ആയിരിക്കും. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം ഈ ആംഗിൾ കണ്ടുപിടിക്കുക. ഈ ഒരു ആംഗിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 180 മൈനസ് 30 + 35 എന്ത് കിട്ടും ആൻസർ? 180 - 65 ആൻസർ 125 എന്ന് കിട്ടും. സോ 125 കിട്ടുകയാണെങ്കിൽ 125 അല്ല 115 എന്ന് കിട്ടും. സോ ഇത് 115 ആയി കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് കിട്ടും? ഇത് ഈ ആംഗിൾ 115 എന്ന് കിട്ടും. 115 എന്ന് കിട്ടും. സോ അങ്ങനെ ഈ ആംഗിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 180യിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. ആംഗിൾ എ പി ബി ഈക്വൽ ടു 180 - 115. സോ അപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? സോറി 35 + 30 75 എഴുതിച്ചു തെറ്റായിപ്പോയി. സോറി. എന്താണ് ആൻസർ? എത്രയാണ് മക്കളെ? 65 ആണ്. സോറി മിസ്റ്റേക്ക് പറ്റിപ്പോയി. സോ 180 - 15 നമുക്ക് എത്ര കിട്ടും ആൻസർ? 65 എന്ന് കിട്ടും. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. നമുക്ക് ആദ്യം സെലക്ട് ചെയ്യാൻ പോകുന്ന കോഡ് എ ഡി എടുക്കാൻ പോകണം. എന്നിട്ട് കോഡ് ഫസ്റ്റ് എടുക്കാൻ പോകുന്ന കോഡ് എ ഡി ആണ്. നമുക്കിവിടെ എന്താണ് ABCD ഇല്ലേ? അല്ലെ ABCD എന്ന് പറയുന്നത് ഇതാണല്ലേ, ABCD. എല്ലാ ആംഗിളും നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇവിടെ ഒരുപാട് ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. എല്ലാ ആംഗിൾസും നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എന്നിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ BPC. ഏതാണ് BPC? ഇതാണ് BPC. ഇതിനകത്തുള്ള എല്ലാ ആംഗിളും നമുക്ക് എന്ത് ചെയ്യണം? അതുപോലെ കണ്ടുപിടിക്കണം. ഓക്കെ, ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യണം? കോഡ് AD എടുക്കണം. AD എന്ന് പറഞ്ഞാൽ ഇതല്ലേ, അതിന്റെ രണ്ട് എൻഡിൽ നിന്ന് ഇവിടേക്ക് വരുന്ന ഈ ആംഗിളും അതിന്റെ രണ്ട് എൻഡിൽ നിന്ന് ഇവിടേക്ക് വരുന്ന ഈ ഒരു ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കൂലേ? ഇത് 50 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും മക്കളെ? 50 തന്നെ ആയിരിക്കും അല്ലെ? ഇത് 50 ആണെങ്കിൽ ഇത് എത്ര തന്നെയാണ്? ഇതും എത്ര തന്നെയാണ്? 50 തന്നെയാണ്. നമ്മൾ എങ്ങനെ എഴുതും? ആംഗിൾ DCA ഈക്വൽ ടു ആംഗിൾ, ഇതിന്റെ പേര് പറ, ആംഗിൾ DBA ഈക്വൽ ടു എത്ര ഡിഗ്രി ആണ് മക്കളെ? 50 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രി. അപ്പൊ അതായി കഴിഞ്ഞു. ഇനി അടുത്തെടുക്കാൻ പോണത് കോഡ് DC ആണ്. ഏതാണ് കോഡ് DC? ഏതാണ് DC? ഇതാണ് DC. അതിന്റെ രണ്ട് എൻഡിൽ നിന്ന് ഇവിടേക്ക് വരുന്ന ഈ ആംഗിളും അതിന്റെ രണ്ട് എൻഡിൽ നിന്ന് ഇവിടേക്ക് വരുന്ന ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആണല്ലേ? ഇത് 35 ആണെങ്കിൽ ഇത് എത്രയാണ്? 35 തന്നെ ആയിരിക്കും അല്ലേ? നമുക്ക് എഴുതാം 35. ഒരു കാര്യം ചെയ്തു, നിങ്ങൾ എന്തിന്റെ പേര് പറയും? ഈ ആംഗിളിന്റെ പേര് പറയും. ഈ ആംഗിളിന്റെ പേര് എന്താണ്? അതിന്റെ പേര് ആംഗിൾ CBD ഈക്വൽ ടു അടുത്ത ഈ ആംഗിളിന്റെ പേര് പറയും. ഈ ആംഗിളിന്റെ പേര് എന്താണ്? ആംഗിളിന്റെ പേര് ആംഗിൾ D അല്ലെങ്കിൽ പോട്ടെ CAD. ഏതാണ്? ആംഗിൾ CAD ഈക്വൽ ടു
35 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ്? 35 ഡിഗ്രി. ഇനി നമുക്ക് അടുത്ത കോഡ് എടുക്കാം. ഏതാണ്? കോഡ് CB എടുക്കാം. ഏതെടുക്കാം? CB എന്ന് പറഞ്ഞ കോഡ് എടുത്തു കഴിഞ്ഞാൽ, CB എന്ന് പറയുന്ന കോഡ് എടുത്താൽ അതിന് രണ്ട് എൻഡിൽ നിന്ന് ഇവിടേക്ക് വരുന്ന ആംഗിളും ഇവിടേക്ക് വരുന്ന ഈ രണ്ട് ആംഗിളും എന്തായിരിക്കും? ഇവിടെ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് 30 ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 30 തന്നെ ആയിരിക്കും. ഒരു മാറ്റവും ഇല്ല. അപ്പൊ അത് 30 ആണല്ലോ. സോ നമുക്ക് പേര് പറഞ്ഞോ നിങ്ങൾ. നമ്മൾ എടുത്തേക്കണ BC അല്ലേ, CB അല്ലേ. സോ ഈ ആംഗിളിന്റെ പേരെന്താണ്? ആംഗിൾ CAB. ഏതാണ്? ആംഗിൾ CAB. ആംഗിൾ CAB ഈക്വൽ ടു, ഇനി അടുത്ത ആംഗിൾ ആംഗിൾ CDB. ഏതാണ്? ആംഗിൾ CDB. ആംഗിൾ CDB എത്രയാണ്? അതും 30. ആംഗിൾ CDB ഈക്വൽ ടു 30. അപ്പൊ ഏകദേശം ആ ആംഗിൾസ് എല്ലാം ആയി കഴിഞ്ഞു. നമുക്ക് ഇനി അടുത്ത കോഡ് ഏതെടുക്കാം? കോഡ് AB എടുക്കാം. ഇതെടുത്തു കഴിഞ്ഞു. അടുത്ത നമുക്ക് ഏതെടുക്കാം? AB എടുക്കാം. AB എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ്. നമ്മുടെ AB നമുക്ക് ഈ ആംഗിളും അറിഞ്ഞുകൂടാ, അതുപോലെ എന്താണ് അതിന്റെ രണ്ട് എൻഡിൽ നിന്ന് വരുന്ന ഈ ആംഗിൾ നമുക്ക് എന്താണ്? അറിഞ്ഞുകൂടാ. ആ രണ്ട് ആംഗിളും മിസ്സിംഗ് ആണ്. അപ്പൊ നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കും? ആ ആംഗിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അവിടെ ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾ, ഫസ്റ്റ് വരുന്ന ആംഗിൾ ഏതാണ്ട് പറ? ACB ആണല്ലേ. ACBയും ആംഗിൾ ACBയും. അടുത്ത ആംഗിൾ ഏതാണ്? ആംഗിൾ ADB അല്ലേ. ആംഗിൾ ADB. അത് രണ്ട് ഈക്വൽ ആണ്. പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ അങ്ങ് എടുക്കാം. ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ അറിയാം, ഈ ആംഗിൾ ഫുൾ അറിയാം. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കും? 180 മൈനസ് എല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്യുക. 30 പ്ലസ് അല്ലേ. 30 പ്ലസ് 50 പ്ലസ് 35. 30 പ്ലസ് 50 പ്ലസ് 35 എന്ത് കിട്ടും ആൻസർ? 180 മൈനസ് 30 എത്രയാണ് മക്കളെ? 60. 110 115 അല്ലേ. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? 65 എന്നിട്ട് എത്രയായിട്ട്? 65. സോ ഈ ആംഗിൾ എത്രയാണ് മക്കളെ? 65. ഇതും എത്രയാണ്? 65. അപ്പൊ അതിലുള്ള ആംഗിൾ എല്ലാം ആയി. ഇനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് BPCയിലുള്ള ആംഗിളും. BPCയിലുള്ള എല്ലാ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ആംഗിൾ ഉണ്ട്, ഈ ആംഗിൾ ഉണ്ട്. ആര് മിസ്സിങ്? ഇതല്ലേ മിസ്സിങ്. സോ ആ ആംഗിളൂടെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. എന്താണ് ആംഗിൾ? എങ്ങനെ കണ്ടുപിടിക്കും? ആംഗിൾ BPC ഈക്വൽ ടു സെപ്പറേറ്റ്. രണ്ടാമതിന് ആംഗിൾ BPC നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 180 മൈനസ് ബാക്കി രണ്ട് ആംഗിളൂടെ കൂട്ടും അല്ലേ. 65 പ്ലസ് 35. സോ 180 മൈനസ് 65 35 100. ആൻസർ നമുക്ക് എന്ത് കിട്ടും? 80. എത്രയാണ്? 80. അപ്പൊ ഈ ആംഗിൾ എത്രയുണ്ടാവും മക്കളെ? 80. എല്ലാ ആംഗിൾസും ആയി. മതി, ഇത്രയും മതി. സർക്കിളിൽ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയുടെ ഉണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം ഇത്രയും ക്വസ്റ്റ്യൻസ് എന്താണ് ചെയ്ത് പഠിക്കുക. ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. നോട്ടെല്ലാം എഴുതി തന്നെ എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.